ആറ്റിങ്ങൽ ടൗണ്. ഇവിടെ നമ്മൾ പോലീസ് സ്റ്റേഷന് മറ്റുള്ള എല്ലാ കോടതിയെ മറ്റുള്ള എല്ലാ ഗവൺമെൻറ് ഓഫീസുകളും ഇതാണ് ഈ ബിൽഡിങ്ങിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് കണ്ടില്ല, താലൂക്ക് ഓഫീസ് ഇത്രയും കീഴെന്നുള്ള ബോർഡ് കണ്ടത് ഇവിടെയാണ് മറ്റുള്ള എല്ലാ ഓഫീസും സ്ഥിതി ചെയ്യുന്നത്. ടൗൺ വലിയൊരു ടൗണാണ്, ചെറിയ ടൗണൊന്നുമല്ല. പള്ളിയുണ്ട്, CSI പള്ളിയുണ്ട്, ഹോസ്റ്റലുണ്ട്, പിന്നെ എല്ലാ ഇൻസ്റ്റാറെല്ലാം അവിടെ ഉണ്ട്. വലിയ നല്ല സ്കൂളാണ്, 60 വർഷമായിട്ടുള്ള സ്കൂളാണ്. പിന്നെ നമ്മൾ നിൽക്കുന്നത് ആലങ്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. മനസ്സിലായോ? അടുത്ത് ആലങ്കോട് ഏതരുവിയാടിയത്? ഇതാണ് പൂവമ്പാറ പാലം എന്ന് പറയുന്നത്. ഇതിനടിയിൽ കൂടെ ഒരു തോട് ഒഴുകുന്നുണ്ട്, നല്ല വെള്ളം കൊണ്ട്. ഇപ്പം പലരും വന്ന് ഇവിടെ നിന്ന് അതിലേക്ക് ചാടുന്നുണ്ട്. ഇപ്പം നെറ്റ് ഇട്ടിരിക്കുകയാണ്. നല്ല ആഴമുള്ള തോടാണ്. ഫയർ സ്റ്റേഷനൊക്കെ ഇവിടെയാണ് ചെയ്യുന്നത്. നമ്മൾ അങ്ങോട്ട് എത്തുന്നത് ആലങ്കോട് എന്ന് പറയുന്ന സ്ഥലമാണ്. ആലങ്കോട് ഒരു മിനി സിറ്റിയാണ്, നല്ല സ്ഥലമാണ്. നല്ല വാഗമരം പൂത്തിരിക്കുന്നുണ്ട്, നല്ല തണലാണ്, നല്ല കാണാൻ നല്ല ഭംഗിയാണ്. ഇവിടെ നല്ലൊരു നല്ല ഭംഗിയാണല്ലേ, നല്ല സീനറിയാണ്. രണ്ട് സൈഡിലും നല്ല വാഗമരം ഉണ്ട്. അത് വാഗമരമൊക്കെ പൂത്ത് നിൽക്കുന്ന നല്ല സീസണാണ്. നല്ല ഭംഗിയാണ്, നല്ല പ്രസന്റ് ആയിട്ടാണ്. ഞങ്ങൾ കാപ്പ് കുടിക്കാം, വിശക്കുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മൾ പണ്ട് തൊട്ടേ വരുന്ന ഒരു സ്ഥലമുണ്ടല്ലോ, ഏതാണ് ഇതിലെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് വരുന്ന ഒരു ഹോട്ടലുണ്ടല്ലോ, സുപ്രഭാതം. അവിടെയാണ് നമ്മളിന്ന് കയറാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് സുപ്രഭാതം ഹോട്ടൽ. ഇവിടെ ഒത്തിരി വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോ പാർക്കിംഗ് ആണല്ലോ, ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. രാവിലെ ഞങ്ങൾ കാപ്പി കുടിച്ചു. എന്ത് റെസ്റ്റോറൻറ്റ് വരെ? സുപ്രഭാതം, ന്യൂ സുപ്രഭാതം റെസ്റ്റോറൻറ്റ്. അവിടെ അകത്ത് നമ്മൾ കാപ്പി കുടിക്കുന്നത് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല, അവിടെ ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങളത് ഷൂട്ട് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, നേരെ കൊല്ലത്തേക്ക് വിടുകയാണ്. അപ്പോൾ നമുക്ക് വഴിയോര കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ പോകാം. ഓക്കെ, കൊല്ലം കുത്തിയത്തോടെ എടുക്കാനായതുകൊണ്ടില്ലേ, റോഡ് കണ്ടില്ലേ, റോഡ് വർക്കൊക്കെ ഭയങ്കരമായിട്ട് എല്ലാത്തിൻ്റെ വർക്ക് പുരോഗമിക്കുകയാണ്. ബൈ റോഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ. നല്ല രസമാണ് കാണാൻ. ചെറിയ ഇടുങ്ങിയ റോഡാണെങ്കിൽ തെറ്റില്ല, വണ്ടി വിട്ട് പോകാനായിട്ടൊക്കെ പറ്റും. റൈറ്റ് സൈഡിലേക്ക് നോക്കിയാൽ കാണുന്നില്ല, ആ റോഡ് വർക്ക് വളരെ സ്പീഡിലാണ്, പെട്ടെന്നാണ്, വളരെ സ്പീഡപ്പായിട്ടാണ് പോകുന്നത്. ഓക്കെ, ഹായ്. അങ്ങനെ നമ്മൾ കൊല്ലത്തെത്തിയിരിക്കുന്നു. അറിയില്ലേ, കൊല്ലത്തെത്തിയില്ല, കൊല്ലം ബൈപ്പാസിലെത്തിയിരിക്കുന്നു. നമ്മൾ കൊല്ലം സിറ്റിയിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടെ ചെന്ന് അടുത്ത കാര്യങ്ങൾ നമുക്ക് അറിയിക്കാം. കൊല്ലം പട്ടണത്തിൽ എത്തിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ മുന്നോട്ട് പോയാൽ കൊല്ലം സീമാസിലെത്തുന്നതാണ്. അങ്ങനെ ഞങ്ങൾ കൊല്ലം പട്ടണത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ട് പഴമൊഴി പറയുന്നത് കേട്ടിട്ടുണ്ട്, കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട എന്ന്. എത്രത്തോളം അത് പ്രാവർത്തികമായിട്ടുണ്ടെന്നുള്ളത് അറിയത്തില്ല. എങ്കിലും ഈ പഴമൊഴി വളരെ കേട്ട് പഴക്കമുള്ള ഒരു പഴമൊഴിയാണ്. കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ട. അപ്പോൾ ഞങ്ങൾ
കൊല്ലത്തെത്തിയിട്ടുണ്ട്. അല്പനിമിഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ സീമാസിൽ എത്തിച്ചേരുന്നതാണ്. ഹായ്, നമ്മൾ എവിടെ എത്തിയെന്നറിയാമോ? നമ്മളെ ഇത് നമ്മളിപ്പം ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തായി. ഇപ്പോൾ ഒരു സെക്കൻഡ് 2-3 സെക്കൻഡ് കൊണ്ട് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് അവിടെ നിന്ന് നമ്മൾ റൈറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് അഷ്ടമുടി കായലാണ്. അതാണ് കൊല്ലം ബോട്ടുചട്ടിയാണ്. ഉണ്ടോ? നമുക്കിപ്പോൾ കാണാം. രാവിലെ തിരക്കായി തുടങ്ങി, ട്രാഫിക് ജാമുണ്ട്. ഇതുണ്ട്, ഇത് റൈറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് അഷ്ടമുടി കായൽ, കൊല്ലം ബോട്ടുചട്ടിയാണ് കാണുന്നത്. നല്ല രാവിലെ ശാന്തമായിട്ട് കിടക്കുകയാണ്, നല്ല ശാന്തതയാണ്. അടുത്ത 1 മിനിറ്റിനുള്ളിൽ നമ്മൾ തിരക്കായി തുടങ്ങി ആൾക്കാർ കയറാൻ തുടങ്ങി. സൂക്ഷിക്കണം. 1 മിനിറ്റിനുള്ളിൽ നമ്മൾ ട്രാൻസ്പോർട്ട് KSRTC ബസ് സ്റ്റാൻഡിൽ അവിടെ എത്തിച്ചേരുന്നതാണ്. കണ്ട കായലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ബോട്ട് യാത്ര. ഇവിടുന്ന് സാമ്പ്രാണിക്കുടി, പിന്നെ കൊല്ലത്ത് വേറൊരു സ്ഥലമുണ്ടല്ലോ, ഏത് സ്ഥലമാണ് ഓർക്കുന്നുണ്ടോ? ഒരു സ്ഥലമുണ്ടല്ലോ, ഏതാ നല്ല ഒരു സ്ഥലമുണ്ട്, ടൂറിസ്റ്റ് ഏരിയ, മൺട്രോത്തുരത്ത്. ഇവിടുന്ന് ബോട്ട് ട്രിപ്പുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പോകാൻ സാധിക്കും. പിന്നെ അതിന് ഇവിടുന്ന് ആലപ്പുഴയ്ക്ക് ബോട്ടുണ്ട്. ആലപ്പുഴ, ചങ്ങനാശ്ശേരി, കോട്ടയം, ഇവിടെയൊക്കെ ബോട്ടുണ്ട്. ഇവിടുന്ന് കണ്ടില്ലേ, ഞങ്ങൾ ഇപ്പോൾ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡാണ് KSRTC. ഇതിൻ്റെ തൊട്ടടുത്താണ്. ഇവിടുന്ന് ഒരു 10 മിനിറ്റ് മുന്നോട്ട് പോയാൽ നമ്മുടെ സീമാസിലെത്താം. നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ സീമാസിൻ്റെ ബോർഡ് കാണാം. അതേ ഒരു തെങ്ങ്, അത് മറഞ്ഞ് നിൽക്കുകയാണ്. ഇപ്പം നമുക്ക് കാണാൻ പറ്റും. അത് തന്നെ, അതാണ് സീമാസ് എന്ന് പറയുന്ന ടെക്സ്റ്റൈൽ ഷോപ്പ്. വലിയ ബിൽഡിങ്ങാണ്. ഒരു 15 കൊല്ലത്തോളം ആയിട്ടുണ്ട് ഇത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സീമാസ് എന്ന് പറയുന്നത്. ഇവിടെയാണ് ഞങ്ങൾ പർച്ചേസിന് വരുന്നത്. പിള്ളേർക്ക് തുണിയെടുക്കാനായിട്ട് വരികയാണ്. ഇവിടെ ഞങ്ങൾ തിരിയാണ്. സീമാസിൻ്റെ ഫ്രണ്ടേജാണിത്. പാർക്ക് ചെയ്യാൻ പോവാണ്. ഇഷ്ടപ്പെട്ടോ? കൊള്ളാം. പറ, എത്ര സൈസ്? 36. കൊള്ളാമല്ലോ, അടിപൊളിയില്ലേ? നീ എടുത്ത പറയുന്നു. ഞങ്ങൾ സന്തോഷത്തോടുകൂടി ഇറങ്ങിയാണ്. ഉദ്ദേശിച്ച കളക്ഷനൊക്കെ കിട്ടി. നമ്മൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ടാണ് പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ്